വെറും 1.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ക്യുറസാവോ എന്ന കൊച്ചു രാജ്യം വരെ ഇത്തവണത്തെ ഫിഫ ലോകകപ്പിൽ കളിക്കുന്നുണ്ട്. എന്നാൽ 140 കോടിയിലധികം ജനങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള നമ്മുടെ ഇന്ത്യക്ക് എന്തുകൊണ്ട് ഇത്തവണയും യോഗ്യത നേടാനാകാതെ പോയി? ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ ഒന്നടങ്കം നിരാശപ്പെടുത്തിയ ചിന്തിപ്പിക്കുന്ന ആ പ്രധാന കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ അതൊന്ന് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഒന്നാമത്തെ കാരണം ക്വാളിഫയേഴ്സിലെ മോശം പ്രകടനമാണ്. രണ്ടാം റൗണ്ടിൽ ഖത്തർ, കുവൈറ്റ്, അഫ്ഗാനിസ്ഥാൻ എന്നിവരടങ്ങുന്ന ഗ്രൂപ്പിലാണ് ഇന്ത്യ മത്സരിച്ചത്. എന്നാൽ കളിച്ച 6 മത്സരങ്ങളിൽ വെറും ഒരു വിജയം മാത്രമാണ് ടീമിന് നേടാനായത്. വളരെ മോശം അവസ്ഥയാണിത്. ഗ്രൂപ്പിൽ 3-ാം സ്ഥാനത്തായതോടെ അടുത്ത റൗണ്ട് കാണാതെ ഇന്ത്യ പുറത്താവുകയായിരുന്നു. ഇത് വലിയൊരു നിരാശയാണ് ആരാധകർക്ക് നൽകിയിരിക്കുന്നത്. രണ്ടാമതായി, ആ കൊച്ചു രാജ്യം എങ്ങനെ യോഗ്യത നേടി എന്ന് നമ്മൾ നോക്കണം. ക്യുറസാവോയിലെ കളിക്കാരിലേറെയും യൂറോപ്യൻ ലീഗുകളിൽ, പ്രത്യേകിച്ച് ഡച്ച് ലീഗുകളിൽ കളിച്ച് മികച്ച പരിചയസമ്പന്നരായവരാണിവർ. അത് അവരുടെ കളിയിലെ മികവിലും കാണാനുണ്ട്. കളിയിലെ തന്ത്രങ്ങളും വേഗതയും അവരുടെ അനുഭവ സമ്പത്തിനെ വ്യക്തമാക്കുന്നു. എന്നാൽ ഇന്ത്യയിലാവട്ടെ, നമ്മുടെ മികച്ച കളിക്കാർക്ക് വിദേശത്തെ ടോപ്പ് ലീഗുകളിൽ കളിക്കാനുള്ള അവസരങ്ങൾ ഇപ്പോഴും വളരെ കുറവാണ്. മറ്റൊരു പ്രധാന തിരിച്ചടി സുനിൽ ഛേത്രിയുടെ വിരമിക്കലും ഗോൾ ക്ഷാമവുമാണ്. ഇന്ത്യൻ മുൻനിരയിൽ കൃത്യമായി ഫിനിഷ് ചെയ്യുന്നവരുടെ അഭാവം കളിയിലുടനീളം പ്രകടമായിരുന്നു. ഇതിനെല്ലാം ഉപരി താഴെ തട്ടിൽ നിന്നുള്ള പോരായ്മയാണ്. പ്രൊഫഷണൽ ലീഗുകൾ സജീവമാണെങ്കിലും ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് പ്രതിഭകളെ കണ്ടെത്തുന്ന മികച്ചൊരു സിസ്റ്റവും യൂത്ത് ഡെവലപ്മെന്റും ഇപ്പോഴും ഇന്ത്യയിൽ ദുർബലമാണ്. ജനസംഖ്യയുടെ വലിപ്പത്തിലല്ല, കൃത്യമായ പ്ലാനിംഗിലും സിസ്റ്റത്തിലുമാണ് കാര്യമെന്ന് ഈ കൊച്ചു രാജ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. വലിയൊരു മാറ്റമില്ലാതെ ഇന്ത്യൻ ഫുട്ബോളിന് മുന്നോട്ട് പോകാനാവില്ല. വരും വർഷങ്ങളിലെങ്കിലും നമ്മുടെ ബ്ലൂ ടൈഗേഴ്സിന് ലോകവേദിയിൽ ബൂട്ട് കെട്ടാനാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.